ഹായ്, നമ്മൾ പി സി എടുത്തു. ഓൾമോസ്റ്റ് 1 മന്ത് ആകാനായി. അപ്പോൾ ഇതുവരെയായിട്ടും നമ്മളിതിൽ ബെഞ്ച് മാർക്ക് റൺ ചെയ്തിട്ടില്ല. നമ്മളിന്ന് സിസ്റ്റം ബെഞ്ച് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് സിനിബെഞ്ചിൻ്റെ 2024 വെർഷനാണ്. ഇതൊരു ഫ്രീ ആയിട്ടുള്ള ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ബെഞ്ച് മാർക്കിംഗ് ടൂളാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഈ ടൂൾ ഉപയോഗിച്ച് സി പി യുവും ജി പി യുവും ബെഞ്ച് മാർക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മളിവിടെ ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിക്കാത്ത ബിൽഡ് ആയതുകൊണ്ട് തന്നെ സി പി യുവിൻ്റെ സിംഗിൾ കോറും മൾട്ടി കോറാണ് ബെഞ്ച് മാർക്ക് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല നിങ്ങൾ ഈ ബെഞ്ച് മാർക്ക് ഇനി കാണാൻ പോകുന്നത് സ്ക്രീൻ റെക്കോർഡിംഗ് ആയിരിക്കില്ല. കാരണം അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ മാക്സിമം പിഴിഞ്ഞ് ഊറ്റിയെടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ സ്ക്രീൻ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയറും കൂടി റൺ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഡയറക്റ്റ് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തായിരിക്കും കാണാൻ പോകുന്നത്. സോ ഞാനിവിടെ സിനിബെഞ്ച് 2024 ഡൗൺലോഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് റൺ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോകാം. ഓക്കെ, നമ്മളിപ്പോൾ സിനിബെഞ്ചിൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. സിനിബെഞ്ചിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ഫ്രീ ആണ്. നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതൊന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. വിൻഡ്രാർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് എക്സ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാം. നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഫോൾഡറാണ് നമുക്ക് കിട്ടുക. ഇതിനുള്ളിൽ നമുക്ക് വേണ്ട എല്ലാ അസറ്റുകളും ഉണ്ട്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആപ്ലിക്കേഷൻ കാണുന്നുണ്ടാവും. സിനിബെഞ്ചിൻ്റെ ഒരു ഐക്കൺ കാണുന്നുണ്ടാവും. ഇവിടെ സിനിബെഞ്ചിൻ്റെ ഐക്കൺ കാണുന്നതിൽ ആപ്ലിക്കേഷനാണിത്. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മളിവിടെ ലൈസൻസ് അഗ്രിമെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാൻ കഴിയുന്നുണ്ടാവും, പി സിയുടെ ഫാനൊക്കെ അത്യാവശ്യം നന്നായിട്ട് റൺ ചെയ്യുന്നുണ്ട്. 65 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഫാൻസ് റൺ ചെയ്യുന്നുണ്ട്. നമ്മൾ വീണ്ടും ഇവിടേക്ക് തന്നെ വന്നു. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സിസ്റ്റം റിക്വയർമെൻറ്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്കത് വേണ്ടാത്തതുകൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കി വിടണം. അപ്പോൾ ഇവിടെ മൾട്ടി കോർ ടെസ്റ്റും ഉണ്ട്, സിംഗിൾ കോർ ടെസ്റ്റും ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മൾട്ടി കോർ ചെയ്യാൻ പോവുകയാണ്. എന്നിട്ടാണ് നമ്മൾ സിംഗിൾ കോർ ചെയ്യുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ താഴെ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പ്രോസസ്സർ ഏതാണ്, എത്ര കോറുണ്ട്, എത്ര ത്രെഡ് ഉണ്ട്, ബേസ് ക്ലോക്ക് എത്രയെന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ജി പി യു ഇവിടെ ഇൻബിൽറ്റ് ജി പി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഗ്രാഫിക്സ് കാർഡ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. സോ റേഡിയൻ ഗ്രാഫിക്സിലുള്ള ജി പി യു മാത്രമാണ് ഈ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഗ്ലോബൽ ലെവലിലെ റാങ്കിങ്ങുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ടെസ്റ്റ് റൺ ചെയ്യാൻ പോവുകയാണ്. സോ നമ്മൾ ആദ്യം മൾട്ടി കോർ സ്റ്റാർട്ട് കൊടുത്തു. പ്രിപ്പയറിങ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എസ്റ്റിമേറ്റഡ് ടൈം നമുക്ക് കാണിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 10 മിനിറ്റ്സ് ആണ് നമ്മൾ റൺ ചെയ്യുക. സോ നമ്മുടെ ഫാൻ ടെമ്പറേച്ചർ ഏകദേശം 65 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയിട്ടുണ്ട്. ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുണ്ട്. 66 ഡിഗ്രി ആയി. 65 കൊണ്ട് 65, 66. ഓ, പകുതിയായി. ഇനി 5 മിനിറ്റ് കൂടെ ഉള്ളൂ.
ഓക്കെ, റെൻഡറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് 880 പോയിൻറ്റ്സാണ് ടോട്ടൽ കിട്ടിയിട്ടുള്ളത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും 2-3 പ്രാവശ്യമൊക്കെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ടുള്ള അതിൻ്റെ ആവറേജ് ഔട്ട് ചെയ്യുമ്പോൾ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരിക്കും കിട്ടുക. കുറച്ചുകൂടി ബെറ്റർ റിസൾട്ടിന് അത് പറ്റും. സോ ഇവിടെ ടെമ്പറേച്ചേഴ്സ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. നോർമൽ ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചർ സാധാരണ അറൗണ്ട് 50 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഒപ്പമാണ് വരാറുള്ളത്. 48, 47, 49, 50, ഒരു 53 വരെയൊക്കെയാണ് ആവറേജ് നമ്മുടെ ഇവിടെ ഞാൻ റൺ ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളത്, നോർമലിൽ ഉണ്ടാകാറുള്ളത്. സോ അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ നമ്മൾ മൾട്ടി കോർ ടെസ്റ്റ് ഏതായാലും റൺ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് 880 പോയിൻറ്റ്സ് കിട്ടി. നമ്മളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി സിംഗിൾ കോർ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സിംഗിൾ കോർ നമ്മളിവിടെ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. ഓക്കെ, സിംഗിൾ കോർ ടെസ്റ്റിൽ നമുക്ക് ടെമ്പറേച്ചർ നോർമലിലാണ് ഇപ്പോഴും കിടക്കുന്നത്. മൾട്ടി കോർ നമ്മൾ തുടങ്ങിയ ഉടനെ തന്നെ 60-65 ആ റേഞ്ചിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. സിംഗിൾ കോർ നമ്മൾ റൺ ചെയ്യാൻ തുടങ്ങിയിട്ടും 50, 52, 53, 52ലാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ടെമ്പറേച്ചർ കയറിയിട്ടില്ല. ഫസ്റ്റത്തെ ഫ്രെയിമിന് റെൻഡറാകാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ടല്ലോ. ഓൾമോസ്റ്റ് എസ്റ്റിമേറ്റഡ് ടൈമിൻ്റെക്കാളും അധികം ഒന്നും ഇനിയിപ്പോൾ സമയം എടുക്കില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഓൾമോസ്റ്റ് 90% അടുത്ത് നമ്മൾ കംപ്ലീറ്റ് ആയ പോലെ ഉണ്ട്. ഇനി 30 സെക്കൻഡ്സും കൂടി ഉണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ 4ാം സ്ഥാനത്ത് വീണ്ടും തിരിച്ച് കയറി. പോയിൻറ്റ്സ് കൂടുതൽ കയറിയിട്ടുണ്ട്. ഒരു പോയിൻറ്റും കൂടി കയറി കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ M1 നമ്മൾ അടിക്കും. അത്രയും റാങ്കിങ്ങിലേക്ക് കയറിയിട്ടുണ്ട്. അറിയില്ല, ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസം. അയ്യോ, 117 പോയിൻറ്റോ ഫസ്റ്റ്. പക്ഷെ ഇത് വേണമെങ്കിൽ ഇറങ്ങാം. ഓക്കെ, 124 പോയിൻറ്റ്. ഇപ്പോൾ ഇനി റെൻഡറിങ് ഫിനിഷ് ചെയ്യുന്നവരെ കൂടി നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇത് നോക്കണ്ട, ഫസ്റ്റിലേക്ക് കയറിയത് നോക്കണ്ട, താഴേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല ഇവിടുത്തെ ബേസ് ക്ലോക്ക് ആപ്പിളിൻ്റെ ആണെന്നുണ്ടെങ്കിൽ M1 അൾട്ര, M1 മാക്സിൻ്റെ ഒക്കെ ബേസ് ക്ലോക്ക് 3 GHz, അതുപോലെ ആപ്പിൾ M1ൻ്റെത് 2.5 GHz ആണ്. സോ അവിടെ കോർസ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ സിംഗിൾ സ്കോറാണ് നമ്മൾ നോക്കണം എന്നുള്ളതുകൊണ്ട് ഒരു 6 കോർ ഇവിടെ മാറ്റർ ചെയ്യുന്നില്ല. ഓക്കെ, കുറച്ച് സമയം എടുത്തുകൊണ്ട് തന്നെ ഒരു പോയിന്റ് കുറഞ്ഞിട്ടുണ്ട്. ഒരു 10 പോയിന്റ് കൂടി കുറഞ്ഞാൽ ആപ്പിൾ M1 മാക്സിനായിട്ട് കോമ്പീറ്റ് ചെയ്യും, നമ്മൾ ഈ ടൈ ആവും. ടെമ്പറേച്ചർ ഇവിടെ കൂടുന്നില്ല. ഇപ്പോൾ ഇടയ്ക്ക് 56 പോയി വരുന്നതല്ലാതെ ടെമ്പറേച്ചർ കൂടുന്നില്ല. ഇപ്പോഴാണ് വീണ്ടും കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. 53, 54ലേക്ക് പോയി.
കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 128 പോയിൻറ്റ്സാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ MP റേഷ്യോ 6.88 ടൈംസാണ് കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് ഇതിൻ്റെയും ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. എവിടെ സേവ് ബട്ടനാണ്? ഗോട്ട് ഇറ്റ്. അപ്പോൾ കണ്ടല്ലോ, ഇങ്ങനെയാണ് CPU ബെഞ്ച് മാർക്കിംഗ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഡ്രൈവറുകളൊക്കെ ഫുൾ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റ് ആയി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അതും ബെഞ്ച് മാർക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഗ്രാഫിക്സ് കാർഡ് ഇല്ലാത്തൊരു ബിൽഡായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ബെഞ്ച് മാർക്ക് ചെയ്തത്. സോ ഫ്യൂച്ചറിൽ നമ്മൾ ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ബെഞ്ച് മാർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ PC ബിൽഡിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്ത ആളുകൾ ഒന്ന് പോയി കാണാൻ. ഞാൻ ഇവിടെ അല്ലെങ്കിൽ താഴെ കൊടുക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ള, നമുക്ക് എന്താണ് നമ്മുടെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പർപ്പസിനനുസരിച്ച് എങ്ങനെ PC ബിൽഡ് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് സ്ക്രാച്ചിൽ നിന്ന് നമ്മൾ എങ്ങനെയൊക്കെ ആ കാര്യങ്ങൾ റിസർച്ച് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിക്കണം, എങ്ങനെ നമുക്ക് നല്ലൊരു സ്പെക്കുള്ള PC ബിൽഡ് ചെയ്യാം, എങ്ങനെ ഫ്യൂച്ചർ പ്രൂഫായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഒരു സീരീസ് ഓഫ് വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ PC ബിൽഡിംഗ് വീഡിയോയിൽ. സോ ഫ്യൂച്ചറിൽ അത്തരം വീഡിയോകൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയ്ക്ക് ലൈക്ക് അമർത്തുകയാണെന്നുണ്ടെങ്കിൽ അൽഗോരിതത്തിന് കൂടുതൽ ഹെൽപ്ഫുൾ ആകും. മാത്രമല്ല നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ചാനലുണ്ട്. എഡായി ഒഫീഷ്യൽ എന്നാണ് ആ ചാനലിൻ്റെ പേര്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, അല്ലെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കാം, ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ അതുവരെയും നിങ്ങളുടെ സ്വന്തം ജംഷാദ് ലംബോ സൈനിങ് ഓഫ്.